എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് അവർ ആ ഒരു പ്രോബ്ലത്തിനെ പറ്റി ചിന്തിക്കുള്ളൂ. ആ പ്രോബ്ലം വരാതിരിക്കാനുള്ള മാർഗം നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഞാൻ പറയണത് വെച്ചാൽ എനിക്ക് വരുന്ന പേഷ്യൻസിൽ കുറേ പേര് മുടീൻ്റെ ഈ ഒരു ഭാഗം അവർ ജനറ്റിക്കായിട്ട് കഷണ്ടി ഒന്നും അല്ലായിരിക്കും. അവർക്ക് ഫാദറിനോ അവരുടെ അമ്മേൻ്റെ ആങ്ങളമാർക്കോ ഒന്നും കഷണ്ടി ഉണ്ടാവാത്ത, പക്ഷേ ഇവർക്ക് ജസ്റ്റ് 25-26 വയസ്സാകുമ്പോൾ തന്നെ കഷണ്ടിയായി വരുന്ന ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ വരുന്നൊരു പാറ്റേൺ വെച്ചാൽ ഇവിടെ മാത്രം ഇവിടെയാണ് തിന്നിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. തിന്നിങ് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഹെൽമെറ്റ് യൂസാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മുടി കൊഴിയുന്നത് ഞാൻ പറയാം. ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കവചം പോലത്തെ ഒരു സാധനമല്ലേ. അതിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ പറയുക ഒരു ചൂടുണ്ടാവും. അതിന് പുറമെ നമ്മൾ ഈ നട്ടുച്ച നേരത്തൊക്കെ നമ്മൾ പുറത്തേക്ക് വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഹെൽമെറ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത് കൂടുതൽ ചൂടിനെയും അല്ലെങ്കിൽ ലൈറ്റിനെയും ഒക്കെ അബ്സോർബ് ചെയ്യും. കൂടുതലായിട്ട് ഹീറ്റ് അബ്സോർപ്ഷൻ കൂടുതലാണ് ഈ ഒരു എന്താ പറയുക ഹെൽമെറ്റിൻ്റെ ബ്ലാക്ക് കളർ ഹെൽമെറ്റിന്. അപ്പോൾ ആ ഇൻസുലേഷൻ മീൻസ് ആ ഒരു അബ്സോർപ്ഷൻ കാരണം ഇതിൻ്റെ മുകളിലുള്ള സർഫസ് ഏരിയ ഭയങ്കര ചൂടായിരിക്കും. അത് ഉള്ളിലോട്ട് ആവാതിരിക്കാൻ ഒരു ഇൻസുലേഷനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ തലേൻ്റെ ഇവിടെ എപ്പോഴും പ്രഷറായി ഇങ്ങനെ നിൽക്കുകയാണ്. സ്ഥിരമായി ഒരു കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹെൽമെറ്റ്. അപ്പോൾ അതിൻ്റെ പുറമെ ചൂടും കൂടി ആകുമ്പോൾ ആ ഇൻസുലേറ്ററൊന്നും ചൂട് തടയൊന്നുമില്ല. ആ ചെറിയൊരു ചൂട് ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ചൂട് സ്ഥിരമായി കിട്ടുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, മുടി മെല്ലെ മെല്ലെ അവിടുന്ന് കൊഴിയാൻ തുടങ്ങും. അതിനുള്ള പരിഹാരം കാണൽ ചില ആളുകൾ എന്താ വെച്ചാൽ ഒരു ടവൽ വെച്ചിട്ട് തലയിൽ വെക്കും, അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ച് ക്യാപ്പല്ല നേരിയ എന്തെങ്കിലും ഒരു മഫ്ലർ പോലത്തെ സാധനം തലയിൽ വെക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മഫ്ലറോ ക്യാപ്പോ ടവലോ ഒന്നല്ല വെക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെയൊക്കെ തിക്നെസ് വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ ടവല് വെച്ചിട്ട് മുകളിൽ വെച്ചാലും ഉള്ളിലോട്ട് ഹീറ്റാണ് ഉള്ളിലോട്ട് കയറുന്നത്. ആ ഹീറ്റ് കയറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ടവല് വെച്ചുകൊണ്ടൊന്നും മാറാൻ പോകണില്ല. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൈക്രോ ഫൈബർ ക്ലോത്ത്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാറ് കഴുകുന്ന ക്ലോത്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. ഒരു തിന്നായിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത്. ആ മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങിയിട്ട് അത് 4 ആക്കി മടക്കിയിട്ട് അത് വേണമെങ്കിൽ തലയിൽ വയ്ക്കുക. എന്നിട്ട് ഹെൽമെറ്റ് വയ്ക്കുക, ഹെൽമെറ്റിൻ്റെ ചില്ല് ഓപ്പൺ ആക്കി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഹെയർ ഫോൾ. മനസ്സിലായില്ലേ? അതിന് ഞാൻ വീണ്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിലിടുന്നുണ്ട്, എവിടെ നിന്നാണ് മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങേണ്ടതെന്ന്. ആ മൈക്രോ ഫൈബർ ക്ലോത്ത് നിങ്ങൾ ഇങ്ങനെ മടക്കി 4 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് വയ്ക്കുക. യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ആകുമ്പോൾ പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഹെയർ ഫോളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചെറുപ്പക്കാർ പിള്ളേർക്ക് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവർക്കും മുടി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ നമ്മളെ ചെറിയ അശ്രദ്ധ കാരണം മുടി ഉണ്ടാവാതെ പോകുന്നത് വളരെ വലിയ ഒരു സങ്കടകരമായ കാര്യമാണ്. അതുമാത്രമല്ല, ഞാൻ ഈ വീഡിയോ പറയുന്നത് ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മുടി കൊഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഹെൽമെറ്റ് വെക്കരുത് എന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് തലയിൽ മുടി വരാൻ വേണ്ടി ജീവൻ ഉണ്ടാവില്ല. നമുക്ക് ജീവൻ വേണ്ട ആദ്യം, മുടി രണ്ടാമത്. ഫസ്റ്റ് ജീവനോടെ വേണം, എങ്കിലേ മുടിയൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. അപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി തെറ്റായി ആരും എടുക്കരുത് ദയവേത്. ഓക്കെ, താങ്ക് യു.